അങ്ങനെ ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ എൻ്റെ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകുകയാണ്. മറ്റൊന്നിനുമല്ല, എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിന് നമ്മൾ ചെറിയൊരു ഡാൻസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് ആൻറ്റിയുടെ വീട്ടിലോട്ട് പോകുന്നത്. നമ്മുടെ കുടുംബത്തിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ നമ്മൾ ഒരു കല്യാണത്തിന് ഇങ്ങനെ ഡാൻസ് ഒക്കെ പ്ലാൻ ചെയ്ത് കളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതെങ്ങനെയാകും എന്നൊക്കെ ഉള്ളതിനെ പറ്റിയിട്ട്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. ആദ്യമൊക്കെ ഇത്തിരി ടഫായിരുന്നു. നമ്മൾ കുറേ ഷോർട്സും കുറേ യൂട്യൂബിലെ വീഡിയോസൊക്കെ നോക്കി സ്റ്റെപ്പൊക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കി തുടങ്ങി. പിന്നെ നമുക്ക് മനസ്സിലായി അതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയല്ല എന്നുള്ളത്. പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ നമ്മൾ തന്നെ സ്വയം കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങി. ആദ്യമൊക്കെ നമുക്ക് കുറച്ചധികം ബുദ്ധിമുട്ടായിരുന്നു. ഇത് നമ്മളെ കൊണ്ട് പറ്റുമോ? കാര്യം നമുക്ക് ദിവസമില്ല, വെറും 2 ദിവസത്തെ പ്രാക്ടീസായിരുന്നു നമ്മൾ ഈ ഒരു ഡാൻസിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുകയും വേണം. ഇതിനിടയ്ക്ക് നമുക്ക് കുറച്ച് പാട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്താലോ എന്ന് വരെ നമ്മൾ ഇടയ്ക്കൊന്ന് ഇങ്ങനെ ആലോചിക്കുകയുണ്ടായി. കാര്യം നമുക്ക് ഒട്ടും സമയമില്ല. സമയം ഉണ്ടായിരുന്നെങ്കിൽ ഒരു മാസം മുന്നെയെങ്കിലും ഒന്ന് ഈ ഡാൻസിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഒന്ന് തുടങ്ങിയിരുന്നെങ്കിൽ പിന്നെയും നമുക്ക് കുറച്ചുകൂടെ ഒന്ന് മെച്ചമാക്കാൻ പറ്റിയേനെ എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ തോന്നാനായിട്ട് തുടങ്ങി. പക്ഷേ നമ്മുടെ പ്രതീക്ഷ കൈവിട്ടില്ല. നമ്മൾ പിന്നെ വിചാരിച്ചു എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം, എന്തായാലും ഇതൊരു കോമ്പറ്റീഷൻ അല്ലല്ലോ, നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തെറ്റിയാലും പ്രശ്നമില്ല, എന്തായാലും എല്ലാവർക്കും പറ്റുന്ന എളുപ്പമുള്ള സിമ്പിൾ സ്റ്റെപ്പൊക്കെ ഇട്ട് അങ്ങനെ നമുക്ക് എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് പഠിക്കാം. നമ്മളെ കൊണ്ട് പറ്റുന്നെങ്കിൽ പറ്റട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, അങ്ങനത്തെ രീതിയിൽ അങ്ങനെ നമ്മൾ പ്രാക്ടീസൊക്കെ ചെയ്തു തുടങ്ങി. പിന്നെ അങ്ങനെ ആ ഒരു ദിവസം കടന്നു പോയി. നമ്മൾ അതിവിദഗ്ധമായി എല്ലാം തെറ്റിയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അടുത്ത ദിവസം വീണ്ടും നമ്മൾ പ്രാക്ടീസിനായിട്ട് ഒരുങ്ങിത്തിരിച്ചു. ഈ തവണ കഴിഞ്ഞ പ്രാവശ്യം ആവർത്തിച്ച തെറ്റുകൾ ഇത്തവണയെങ്കിലും ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളൊരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് നമ്മൾ ഡാൻസ് കളിക്കാനായിട്ട് തുടങ്ങിയത്. പക്ഷേ അതിവിദഗ്ധമായി നമ്മൾ ഇവിടെയും തെറ്റിച്ചു. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഫോൺ വരുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് വലിയൊരു കാറ്റ് വീശിയപ്പോഴേക്കും നമ്മുടെ ഫോൺ വന്ന് നേരെ താഴെ വീണു. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ഫോണല്ല, പാട്ടിട്ടിരുന്ന ആ ഒരു ഫോണ് താഴെ വന്ന് വീണു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഇതെല്ലാം മറികടന്ന് പിന്നെ അപ്പോൾ കുറച്ചും കൂടെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആവാനായിട്ട് തുടങ്ങി. പിന്നെ ഏറ്റവും വലിയ കാര്യം, നമ്മുടെ കൂടെ ഒരു 5 പേരും കൂടെ ഉണ്ടായിരുന്നു ഡാൻസ് കളിക്കാനായിട്ട്. പക്ഷേ അവർക്ക് ചില തടസ്സങ്ങൾ കാരണം അവർക്ക് വരാനായിട്ട് പറ്റില്ല. അവർക്ക് വീഡിയോ അയച്ചു കൊടുത്താൽ മതി, അവരങ്ങനെ പഠിച്ചോളാം അങ്ങനെ പറഞ്ഞു. അങ്ങനെ അവസാനം അതിവിദഗ്ധമായി നമ്മൾ വീണ്ടും തെറ്റിച്ചു. ഫൈനലി നമ്മൾ വീണ്ടും തെറ്റിച്ചിരിക്കും. ഇനി എന്തായാലും ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. കാര്യം കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് നമ്മൾ ഈ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യണേ. ഇങ്ങോട്ട് പോയപ്പോഴാണ് ഞാൻ എൻ്റെ ഡ്രസ്സിൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ ഇതുവരെ ഞാനൊന്നും ചെയ്തില്ല. പിന്നെ വീട്ടിലിരുന്ന കുറേ മുത്തൊക്കെ വെച്ചിട്ട് ഞാൻ എന്തൊക്കെയോ തട്ടിക്കൂട്ടി ഒരു കയ്യിലൊക്കെ കുറച്ചിങ്ങനെ ഹാങ്ങിങ് വർക്കൊക്കെ ഇങ്ങനെ ചെയ്തിട്ടു. പക്ഷേ ആദ്യം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയെങ്കിലും ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ആദ്യമൊക്കെ വീട്ടിൻ്റെ അടുത്ത് ചോദിച്ചു, വേറെ ജോലിയില്ലേ, ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്താണ്, ഇതില്ല എങ്കിൽ ഈ ഒരു വർക്ക് ചെയ്യാതിരുന്നാൽ ഈ ഡ്രസ്സ് കാണാൻ കൊള്ളാം. പക്ഷേ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം വീട്ടുകാർ പറഞ്ഞു, ആഹാ കൊള്ളാമല്ലോ, നല്ല ഭംഗിയുണ്ടല്ലോ. അങ്ങനെ കല്യാണത്തിൻ്റെ തലേ ദിവസം ആയിരുന്നുകൊണ്ട് ഞാൻ പിന്നെ തട്ടിക്കൂട്ടിയാണ് ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ ഞാൻ വേണമെന്നും പറഞ്ഞ് ചെയ്ത കാര്യമായതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കിഷ്ടപ്പെട്ടു. ബാക്കി കല്യാണത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്.